പാർട്ടിയിൽ സ്വയം കുത്തിച്ചാകാനും അടിയുണ്ടാക്കാനും ജീവിതം വരെ പാർട്ടിക്ക് വേണ്ടി ഹോമിക്കാനും തയ്യാറാകുന്ന പലർക്കും നേരിടേണ്ടി വരുന്ന ദുരവസ്ഥകൾ അത്രയേറെ ദയനീയമാണ്. രാഷ്ട്രീയ വിരോധവും ഒടുങ്ങാത്ത പകയും ടി.പി. ചന്ദ്രശേഖരൻ എന്ന നേതാവിൻ്റെ ജീവനെടുത്ത സ്ഥിതി കേരള മനസാക്ഷിയെ അത്രയേറെ ബാധിക്കുകയുണ്ടായി. ഇത്രയേറെ ക്രൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സംശയകരമാണ്. CPM-ന്റെ ക്രൂരത വെളിപ്പെടുത്തിയ ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് ഇപ്പോഴിതാ സർക്കാർ ഔദാര്യത്തിൽ സുഖചികിത്സ നൽകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പിണറായി പോലീസിന്റെ കരുണയിൽ ടി.പി. വധക്കേസ് പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും VIP പരിഗണനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മൊബൈൽ അടക്കം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവശ്യത്തിനുള്ള മദ്യവും അതുപോലുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ജയിലിലെത്തുന്നു. അങ്ങനെ ടി.പി. വധക്കേസിലെ 4ാം പ്രതി TK രജീഷിനാണ് ഇത്തവണ ആയുർവേദ ആശുപത്രിയിൽ സുഖചികിത്സ നടത്തുന്നത്. ആയുർവേദ കേന്ദ്രത്തിലെ തടവ് ചികിത്സ ആഭ്യന്തരമന്ത്രിയുടെ ഒത്താശയോടെ ആണെന്നതിൽ ഒരു തർക്കവുമില്ല. ആദ്യം 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങി നൽകിയ പോലീസ് ഒടുവിൽ പ്രതിയെ ശരീര സംരക്ഷണത്തിനായാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, മുൻപും ടി.പി. വധക്കേസ് പ്രതികളായ കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും ഉൾപ്പെടെ സുഖചികിത്സ നൽകിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് നമ്മൾ കണ്ടു. കണ്ണൂരിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിലാണ് എന്തായാലും ഇത്തവണത്തെ ചികിത്സ പുരോഗമിക്കുന്നത്. ഈ മാസം 10-ാം തീയതി മുതൽ നടക്കുന്ന സുഖചികിത്സ ജയിൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ് ജയിൽ സൂപ്രണ്ടും ആശുപത്രി സൂപ്രണ്ടും ഒക്കെ നൽകുന്ന വിശദീകരണം. അവർക്കാണ് ഈ പ്രതിയുടെ ആരോഗ്യത്തിൽ വലിയ ഒരു ആകാംക്ഷയുള്ളത്. എന്ത് രോഗത്തിനു വേണ്ടിയുള്ള ചികിത്സയാണ് ഇവിടെ നടക്കുന്നത് എന്നത് വെളിപ്പെടുത്താൻ ഡോക്ടർ തയ്യാറായിട്ടില്ല എന്നതും ഇത് മറ്റെന്തോ ഉദ്ദേശം വച്ചുള്ള പദ്ധതിയാണ് എന്ന സംശയം ഇരട്ടിയാക്കുന്നുമുണ്ട്. ഒഴിച്ചിലിൻ്റെ പേരിൽ ആശുപത്രിയിൽ കിടക്കുന്ന പ്രതിക്ക് പല കൂടിക്കാഴ്ചയ്ക്കും ഈ അവസരം നന്നായി വിനിയോഗിക്കാം. ഇനിയും ആരെയെങ്കിലും തല്ലാനോ കൊല്ലാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ പദ്ധതിയും അവിടെ നിന്ന് തയ്യാറാക്കാം. അങ്ങനെ വലിയൊരു ക്രിമിനലിനെയാണ് ഇപ്പോൾ അഴിച്ചുവിട്ട് ആരോഗ്യ പ്രശ്നമെന്നും സുഖചികിത്സ എന്നൊക്കെ പറഞ്ഞ് തുറന്നുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത കൊലപാതകങ്ങളുടെ ആസൂത്രണത്തിനായിട്ടാകാം ഇത്തരം പുതിയ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്നും സംശയം പ്രകടിപ്പിക്കുന്നവർ ഏറെയുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ തുണ്ടു കഷണങ്ങളാക്കി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് AC റൂമിൽ ഒഴിച്ചിൽ നടത്തുന്ന സ്ഥിതിവിശേഷം കേരളത്തിൻ്റെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയായിരിക്കാം. പ്രതികൾക്ക് സർവ്വവിധ പരിഗണനയും പ്രദാനം ചെയ്യാൻ പിണറായി സർക്കാർ തലപ്പത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഏത് നീചപ്രവർത്തിക്കും ഈ ക്രിമിനലുകൾ ഒരുങ്ങുന്നു എന്നതിൻ്റെ കാരണവും. ടി.പി. വധക്കേസിൽ തങ്ങളുടെ രാഷ്ട്രീയ മുഖം നഷ്ടപ്പെട്ട CPM പ്രതികൾക്ക് നൽകുന്ന വഴിവിട്ട സഹായങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ മറുപടി നൽകാതിരിക്കില്ല.